Hello students, welcome to another video of Basic Mechanical Engineering. ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡീൽ ചെയ്യേണ്ടത് വേരിയസ് സിസ്റ്റംസ് ഇൻ ഐ സി എൻജിൻസ് എന്ന പോർഷനാണ്. വേരിയസ് സിസ്റ്റംസ് ഇൻ ഐ സി എൻജിൻസ്. ഐ സി എൻജിൻസായിട്ട് ബന്ധപ്പെട്ട വേരിയസ് സിസ്റ്റംസ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. എയർ ഇൻടേക്ക് സിസ്റ്റം, എക്സോസ്റ്റ് സിസ്റ്റം, ഫ്യൂവൽ സിസ്റ്റം, ഇഗ്നിഷൻ സിസ്റ്റം, ലൂബ്രിക്കേഷൻ സിസ്റ്റം, കൂളിംഗ് സിസ്റ്റം ആൻഡ് എൻജിൻ സ്റ്റാർട്ടിംഗ് സിസ്റ്റം. സിലബസ് അനുസരിച്ച് നമുക്ക് പഠിക്കേണ്ടത് എയർ ഇൻടേക്ക് സിസ്റ്റം, എക്സോസ്റ്റ് സിസ്റ്റം, ഫ്യൂവൽ സിസ്റ്റം, ലൂബ്രിക്കേഷൻ സിസ്റ്റം, അതേപോലെ കൂളിംഗ് സിസ്റ്റം എന്നിവയാണ്. സോ ആദ്യം നമുക്ക് എയർ ഇൻടേക്ക് സിസ്റ്റവും എക്സോസ്റ്റ് സിസ്റ്റവും എന്താണെന്നുള്ളത് നോക്കാം. സോ ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ ആദ്യം നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഇതിൽ ഒരു ഐ സി എൻജിൻസായിട്ട് ബന്ധപ്പെട്ട വേരിയസ് പാർട്സുകൾ കാണിച്ചിട്ടുണ്ട്. ഇതിൽ എയർ ഇൻടേക്ക് സിസ്റ്റവും എക്സോസ്റ്റ് സിസ്റ്റവും മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ കാണിച്ചിരിക്കുന്ന ഇൻലെറ്റ് മാനിഫോൾഡും അതേപോലെ എക്സോസ്റ്റ് മാനിഫോൾഡും ഒന്ന് ശ്രദ്ധിക്കുക. ഇൻലെറ്റ് മാനിഫോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു പൈപ്പാണ്. ആ ഒരു പൈപ്പിലൂടെയാണ് എൻജിനുള്ളിലേക്ക് വേണ്ട എയറും ഫ്യൂവലും എത്തിച്ചേരുന്നത്. അതേപോലെ എൻജിനുള്ളിൽ നിന്നുള്ള ബേൺഡ് ഗ്യാസസ് പുറമേക്ക് പോകുന്നത് ഈ ഒരു എക്സോസ്റ്റ് മാനിഫോൾഡ് വഴിയാണ്. സോ ഈ രണ്ട് പൈപ്പുകളും നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇത് നമുക്ക് എയർ ഇൻടേക്ക് സിസ്റ്റവും അതേപോലെ എക്സോസ്റ്റ് സിസ്റ്റവും പഠിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ട് വരും. ഫസ്റ്റ് വൺ, എയർ ഇൻടേക്ക് സിസ്റ്റം. അതായത് ഒരു എൻജിൻ്റെ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫ്രഷ് എയർ അറ്റ്മോസ്ഫിയറിൽ നിന്നും എൻജിനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എയർ ഇൻടേക്ക് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ. എയർ ഇൻടേക്ക് സിസ്റ്റം ഈസ് യൂസ്ഡ് ടു സപ്ലൈ ക്ലിയർ എയർ ടു ദി എൻജിൻ. ആദ്യം നമുക്ക് എയർ ഇൻടേക്ക് സിസ്റ്റത്തിലെ വേരിയസ് പാർട്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, എയർ ഫിൽറ്റർ, ദെൻ കാർബുറേറ്റർ, ത്രോട്ടിൽ വാൽവ്, ഇൻടേക്ക് വാൽവ്, എൻജിൻ. സോ ഈ കാണിച്ചിരിക്കുന്നത് എയർ ഇൻടേക്ക് സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ്. അതായത് അറ്റ്മോസ്ഫിയറിൽ നിന്നും എൻജിനിലേക്ക് ഏതെല്ലാം പാർട്സുകളിലൂടെയാണ് എയർ കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം ഉപയോഗിച്ച് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന പാർട്സുകളെല്ലാം തന്നെ നേരത്തെ നമ്മൾ കാണിച്ച ഐ സി എൻജിൻ്റെ ഫിഗറിൽ ഇൻലെറ്റ് മാനിഫോൾഡിനുള്ളിലായിരിക്കും ഈ പാർട്സുകളെല്ലാം തന്നെ വരുന്നത്. സോ ആദ്യത്തേത് എയർ ഫിൽറ്റർ. അതായത് അറ്റ്മോസ്ഫറിക് എയറിലുള്ള ഡസ്റ്റ് പോലുള്ള പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് എയർ ഫിൽറ്ററിൻ്റെ ഫംഗ്ഷൻ. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എയർ ഫിൽറ്റർ ഈസ് യൂസ്ഡ് ടു റിമൂവ് ദി ഡസ്റ്റ് ഫ്രം എയർ ബിഫോർ എൻറ്ററിങ് ഇൻ ടു ദി എൻജിൻ. നെക്സ്റ്റ് വൺ, കാർബുറേറ്റർ. കാർബുറേറ്റർ എന്ന് പറഞ്ഞാൽ പെട്രോൾ എഞ്ചിനിൽ കാണുന്ന ഒരു ഡിവൈസാണ്. ഇതാണ് പെട്രോളിനെ ആറ്റമൈസ് ചെയ്ത് എയർ ആയിട്ട് മിക്സ് ചെയ്യുന്നത്. സോ കാർബുറേറ്റർ ഈസ് യൂസ്ഡ് ടു ആറ്റമൈസ് ദി പെട്രോൾ ആൻഡ് മിക്സസ് വിത്ത് ദി എയർ. ഈ ഒരു പാർട്ട്, അതായത് കാർബുറേറ്റർ എന്നുള്ള ഡിവൈസ് ഡീസൽ എഞ്ചിനിൽ കാണില്ല. നെക്സ്റ്റ് വൺ, ത്രോട്ടിൽ വാൽവ്. സോ പെട്രോൾ എഞ്ചിനിൽ കാർബുറേറ്ററിൽ നിന്നുള്ള എയർ ഫ്യൂവൽ മിക്സ്ചറിൻ്റെ ഫ്ലോയിനെ കൺട്രോൾ ചെയ്യാനായിട്ടാണ് ത്രോട്ടിൽ വാൽവ് ഉപയോഗിക്കുന്നത്. ഈ ത്രോട്ടിൽ വാൽവാണ് നമ്മൾ ആക്സിലറേറ്റർ കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും കൺട്രോൾ ചെയ്യപ്പെടുക. സോ ത്രോട്ടിൽ വാൽവാണ് ഈ ഒരു എഞ്ചിനിലേക്ക് എത്തുന്ന എയറിൻ്റെയും പെട്രോളിൻ്റെയും മിക്സ്ചറിൻ്റെ അളവിനെ കൺട്രോൾ ചെയ്യുന്നത്. ത്രോട്ടിൽ വാൽവ് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ദി ഫ്ലോ ഓഫ് എയർ ഫ്യൂവൽ മിക്സ്ചർ. നെക്സ്റ്റ് വൺ, ഇൻടേക്ക് വാൽവ്. ഇൻടേക്ക് വാൽവ് എന്നുള്ളത് എഞ്ചിൻ്റെ പാർട്ടാണ്. ഈ ഒരു വാൽവിലൂടെയാണ് സക്ഷൻ സ്ട്രോക്കിൻ്റെ സമയത്ത് ഈ ഒരു എഞ്ചിനുള്ളിലേക്ക് പെട്രോളും എയറും കടന്നെത്തുന്നത്. നെക്സ്റ്റ് വൺ, എക്സോസ്റ്റ് സിസ്റ്റം. സിസ്റ്റത്തിനുള്ളിൽ നിന്നും ബേൺഡ് ഗ്യാസസ് അല്ലെങ്കിൽ എക്സോസ്റ്റ് ഗ്യാസസിനെ അറ്റ്മോസ്ഫിയറിലേക്ക് റിമൂവ് ചെയ്യാനായിട്ടുള്ള സിസ്റ്റത്തിനെയാണ് എക്സോസ്റ്റ് സിസ്റ്റം എന്ന് പറയാം. എക്സോസ്റ്റ് സിസ്റ്റം റിമൂവ്സ് ദി ബേൺഡ് ഗ്യാസസ് ഫ്രം സിലിണ്ടർ. നമുക്ക് എക്സോസ്റ്റ് സിസ്റ്റത്തിലുള്ള വേരിയസ് കോമ്പോണൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, എൻജിൻ, എക്സോസ്റ്റ് വാൽവ്, എക്സോസ്റ്റ് മാനിഫോൾഡ്, കാറ്റലിറ്റിക് കൺവേർട്ടർ, മഫ്ലർ. ഇതെല്ലാമാണ് ഒരു എക്സോസ്റ്റ് സിസ്റ്റത്തിലെ ഡിഫറെൻറ്റ് പാർട്സുകൾ. ആദ്യം എഞ്ചിനിൽ നിന്നുള്ള എക്സോസ്റ്റ് ഗ്യാസസ് എക്സോസ്റ്റ് വാൽവ് വഴി എക്സോസ്റ്റ് മാനിഫോൾഡിലേക്ക് എത്തിച്ചേരും. എക്സോസ്റ്റ് മാനിഫോൾഡ് എന്താണെന്നുള്ളത് ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച ഐ സി എഞ്ചിൻ്റെ ഫിഗറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു പൈപ്പ് വഴിയാണ് സിലിണ്ടറിൽ നിന്നുള്ള എക്സോസ്റ്റ് ഗ്യാസസ് അറ്റ്മോസ്ഫിയറിലേക്ക് റിമൂവ് ചെയ്യപ്പെടുന്നത്. ദെൻ കാറ്റലിറ്റിക് കൺവേർട്ടർ, ദെൻ മഫ്ലർ. എന്താണ് കാറ്റലിറ്റിക് കൺവേർട്ടർ? കാറ്റലിറ്റിക് കൺവേർട്ടർ ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് പൊല്യൂട്ടൻസ് ബൈ കോസിംഗ് carbon monoxide, unburned hydrocarbons and nitrous oxides into safe carbon dioxide, water and nitrogen. അതായത് ഒരു കമ്പഷൻ പ്രോസസ്സിന് ശേഷം ഉണ്ടാകുന്ന കാർബൺ മോണോക്സൈഡ്, അൺബേൺഡ് ഹൈഡ്രോകാർബൺസ്, നൈട്രസ് ഓക്സൈഡ്സ് എന്നിവ ഈ ഒരു കാറ്റലിറ്റിക് കൺവേർട്ടർ കുറേയും കൂടി സേഫ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും നൈട്രജനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ അതിനുള്ള ഉപകരണത്തിനെയാണ് നമ്മൾ കാറ്റലിറ്റിക് കൺവേർട്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മഫ്ലർ. അതായത് എക്സോസ്റ്റ് ഗ്യാസസ് പുറമേക്ക് എൻജിൻ സിലിണ്ടറിൽ നിന്ന് പുറമേക്ക് പുറന്തള്ളപ്പെടുമ്പോൾ വലിയ നോയ്സ് അല്ലെങ്കിൽ സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കുറയ്ക്കാനായിട്ടുള്ള ഉപകരണമാണ് മഫ്ലർ.
Muffler is used to reduce the sound of the exhaust. Next one, fuel system. അതായത് പെട്രോൾ എഞ്ചിനിലും ഡീസൽ എഞ്ചിനിലും എങ്ങനെയാണ് ഫ്യൂവൽ ടാങ്കിൽ നിന്നും ഫ്യൂവൽ എഞ്ചിനിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് ഫ്യൂവൽ സിസ്റ്റത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം പെട്രോൾ എഞ്ചിൻ്റെ ഫ്യൂവൽ സിസ്റ്റമാണ് പഠിക്കേണ്ടത്. ഫസ്റ്റ് വൺ, ഫ്യൂവൽ ടാങ്ക്, ദെൻ ഫ്യൂവൽ ഫിൽറ്റർ, ഫ്യൂവൽ പമ്പ്, കാർബുറേറ്റർ, എഞ്ചിൻ. സോ ഇതാണ് പെട്രോൾ എഞ്ചിൻ്റെ ഫ്യൂവൽ സിസ്റ്റം. ആദ്യം ഫ്യൂവൽ ടാങ്ക് ആണ്. ഫ്യൂവൽ ടാങ്കിലാണ് പെട്രോൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ദെൻ ഫ്യൂവൽ ഫിൽറ്റർ, അതായത് പെട്രോൾ ടാങ്കിൽ നിന്നുള്ള ഫ്യൂവലിലുള്ള ഡസ്റ്റ് പോലുള്ള പാർട്ടിക്കിൾസിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയാണ് ഫ്യൂവൽ ഫിൽറ്റർ. ദെൻ ഫ്യൂവൽ പമ്പ്, അതായത് ഫ്യൂവൽ ടാങ്കിൽ നിന്നുള്ള പെട്രോളിനെ ഫ്യൂവൽ പമ്പാണ് കാർബുറേറ്ററിലേക്ക് പമ്പ് ചെയ്യുന്നത്. ദെൻ കാർബുറേറ്ററിൽ വെച്ച് പെട്രോളും എയറും തമ്മിൽ മിക്സ് ചെയ്യപ്പെടുന്നു. അത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. കാർബുറേറ്ററിൽ നിന്നുള്ള ഈ ഒരു പെട്രോൾ എയർ മിക്സർ പിന്നീട് എഞ്ചിനിലേക്ക് എത്തിച്ചേരുന്നു. സോ ഈ രീതിയിലാണ് പെട്രോളിൻ്റെ ഫ്യൂവൽ സിസ്റ്റം വരുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഡീസലിൻ്റെ ഫ്യൂവൽ സിസ്റ്റമാണ്. ഫസ്റ്റ് വൺ, ഫ്യൂവൽ ടാങ്ക്, ദെൻ ഫ്യൂവൽ ഫിൽറ്റർ, ലോ പ്രഷർ ഫ്യൂവൽ പമ്പ്, ദെൻ ഹൈ പ്രഷർ ഫ്യൂവൽ പമ്പ്, ഫ്യൂവൽ ഇഞ്ചക്ടർ ആൻഡ് ലാസ്റ്റ് വൺ, എഞ്ചിൻ. സോ ഈ രീതിയിലാണ് ഡീസൽ എഞ്ചിനിൽ ഫ്യൂവൽ സിസ്റ്റം വരുന്നത്. ആദ്യം ഫ്യൂവൽ ടാങ്കിലാണ് ഡീസൽ സ്റ്റോർ ചെയ്യുക. ദെൻ ഫ്യൂവൽ ഫിൽറ്റർ ഡീസലിലുള്ള ഡസ്റ്റ് പോലുള്ള പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യുന്നു. ദെൻ രണ്ട് പമ്പുകൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ലോ പ്രഷർ ഫ്യൂവൽ പമ്പും മറ്റൊന്ന് ഹൈ പ്രഷർ ഫ്യൂവൽ പമ്പും. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഡീസൽ എന്നുള്ളത് കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിനാണ്. സോ ഹൈ പ്രഷറിൽ വേണം ഡീസൽ എഞ്ചിനുള്ളിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ. സോ രണ്ട് സ്റ്റേജിലായിട്ടാണ് ഈ ഒരു ഡീസലിനെ നമ്മൾ പമ്പ് ചെയ്യുക അല്ലെങ്കിൽ കംപ്രസ് ചെയ്യുക. അത് ഒന്ന് ലോ പ്രഷർ പമ്പ് ഉപയോഗിച്ചും മറ്റൊന്ന് ഹൈ പ്രഷർ പമ്പ് ഉപയോഗിച്ചും. ദെൻ ഫ്യൂവൽ ഇഞ്ചക്ടർ ആണ് ഹൈ പ്രഷർ ഫ്യൂവൽ പമ്പിൽ നിന്നുള്ള ഡീസലിനെ എഞ്ചിനുള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നത്. സോ ഈ രീതിയിലാണ് ഡീസലിൻ്റെ ഫ്യൂവൽ സിസ്റ്റം വരുന്നത്. നെക്സ്റ്റ് വൺ, കൂളിംഗ് സിസ്റ്റം. അതായത് എഞ്ചിനെ പ്രോപ്പറായിട്ട് കൂൾ ചെയ്യുക എന്നുള്ളത് എഞ്ചിൻ്റെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കിങ്ങിന് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. രണ്ട് കൂളിംഗ് സിസ്റ്റംസ് ആണ് നമുക്കിവിടെ ഡീൽ ചെയ്യാനുള്ളത്. ഒന്ന് എയർ കൂളിംഗ് സിസ്റ്റം, മറ്റൊന്ന് വാട്ടർ കൂളിംഗ് സിസ്റ്റം. ആദ്യം നമുക്ക് പഠിക്കേണ്ടത് എയർ കൂളിംഗ് സിസ്റ്റം. ഈ ഒരു സിസ്റ്റത്തിൽ എയർ ഉപയോഗിച്ചാണ് എഞ്ചിനെ നമ്മൾ കൂൾ ചെയ്യുന്നത്. സോ ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക. ഇവിടെ ഈ എഞ്ചിന് ചുറ്റുമായിട്ട് ഈ കാണുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ ഫിൻസ് എന്ന് പറയുക. ഫിൻസിനെ പറയുന്ന മറ്റൊരു പേരാണ് എക്സ്റ്റെൻഡഡ് സർഫസസ്. സോ ഈ രീതിയിൽ ഫിൻസുകൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ സിലിണ്ടറിൻ്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുകയും അതുവഴി കൂടുതൽ ഏരിയ വഴി എഞ്ചിനിൽ നിന്നുള്ള ഹീറ്റ് അറ്റ്മോസ്ഫറിക് എയറിലേക്ക് ഡിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യും. സോ ഈ രീതിയിൽ സർഫസ് ഏരിയ വർദ്ധിപ്പിക്കുകയും അതുവഴി ഹീറ്റ് ഡിസിപ്പേഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഫിൻസ് ചെയ്യുന്നത്. സോ ഈ രീതിയിൽ എയർ ഉപയോഗിച്ച് കൂൾ ചെയ്യുന്നതിനെ നമ്മൾ പറയുന്നതാണ് എയർ കൂളിംഗ് സിസ്റ്റം. ഇനി നമുക്ക് പഠിക്കേണ്ടത് വാട്ടർ കൂളിംഗ് സിസ്റ്റമാണ്. സോ ഈ ഒരു ബ്ലോക്ക് ഡയഗ്രം ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിൻ്റെ കോമ്പോണൻറ്റ്സ്. ഫസ്റ്റ് വൺ, റേഡിയേറ്റർ, പമ്പ്, തെർമോസ്റ്റാറ്റ്. ഈ കാണുന്നതാണ് എഞ്ചിൻ. ഇനി ഇവിടെ വർക്കിംഗ് ഫ്ലൂയിഡായിട്ട് ഉപയോഗിക്കുന്നത് വാട്ടറാണ്. ഈ ഒരു വാട്ടർ എഞ്ചിനുള്ളിലെ വാട്ടർ ജാക്കറ്റുകളിലൂടെ മൂവ് ചെയ്യുകയും ആ വാട്ടർ ജാക്കറ്റിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് എഞ്ചിനുള്ളിലെ കൂടുതലായിട്ടുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നു. സോ ഈ എഞ്ചിനിൽ നിന്ന് പുറമേക്ക് വരുന്ന വാട്ടർ ഹോട്ട് വാട്ടർ ആയിരിക്കും. അത് ഈ കാണുന്ന പൈപ്പ് വഴി റേഡിയേറ്ററിലേക്ക് എത്തിച്ചേരും. ഈ റേഡിയേറ്ററിനുള്ളിൽ കൂളായിട്ടുള്ള എയർ മൂവ് ചെയ്യുന്നുണ്ടാവും. സോ ഈ ഒരു ഹോട്ട് വാട്ടറിൽ നിന്നും എയറിലേക്ക് ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യുകയും വാട്ടർ കൂളാവുകയും ചെയ്യും. സോ ഈ കൂളായിട്ടുള്ള വാട്ടർ ഈ ഒരു പമ്പ് വഴി വീണ്ടും എഞ്ചിനിലേക്ക് സർക്കുലേറ്റ് ചെയ്യുകയും ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നു. സോ ഈ രീതിയിലാണ് വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് വരുന്നത്. ഇനി ഈ കാണുന്ന തെർമോസ്റ്റാറ്റ് അല്ലെങ്കിൽ തെർമോസ്റ്റാറ്റ് വാൽവിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് പഠിക്കണം. അതായത് വളരെ കോൾഡ് ആയിട്ടുള്ള ക്ലൈമറ്റുകളാണെങ്കിൽ ഈ റേഡിയേറ്ററിൽ നിന്ന് പുറമേക്ക് വരുന്ന വാട്ടറിൻ്റെ ടെമ്പറേച്ചർ വളരെ വളരെ ലോവർ ആയിരിക്കും. സോ ആ സമയത്താണ് ഈ തെർമോസ്റ്റാറ്റിൻ്റെ വർക്കിംഗ് വരുന്നത്. അതായത് ഈ തെർമോസ്റ്റാറ്റ് ഒരു ബൈപാസ് വാൽവായിട്ട് ആക്ട് ചെയ്യും. അതായത് ഈ ഒരു കോൾഡ് വെതർ സമയത്ത് ഈ എഞ്ചിനിൽ നിന്നുള്ള വാട്ടർ റേഡിയേറ്ററിലേക്ക് പോകാതെ അത് ഡയറക്റ്റ് ഈ കാണുന്ന പൈപ്പ് വഴി പമ്പിലേക്ക് പോവുകയും അത് വീണ്ടും എഞ്ചിനിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. സോ ഈ രീതിയിൽ കോൾഡ് ക്ലൈമറ്റ് സമയങ്ങളിൽ ഉപയോഗം വരുന്ന ഒരു ഉപകരണമാണ് തെർമോസ്റ്റാറ്റ്. ഇനി നമ്മൾക്ക് പഠിക്കേണ്ടത് ലൂബ്രിക്കേഷൻ സിസ്റ്റമാണ്. അതായത് എഞ്ചിൻ്റെ ഫ്രിക്ഷനെ കുറയ്ക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അതിലുള്ള വിയർ ആൻഡ് ടിയർ കുറയ്ക്കാനായിട്ടുള്ള സിസ്റ്റമാണ് ലൂബ്രിക്കേഷൻ സിസ്റ്റം. ഇവിടെ നമുക്ക് രണ്ട് ലൂബ്രിക്കേഷൻ സിസ്റ്റംസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ, മിസ്റ്റ് ലൂബ്രിക്കേഷൻ സിസ്റ്റം, മറ്റൊന്ന് സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റം. ആദ്യം നമുക്ക് പഠിക്കേണ്ടത് മിസ്റ്റ് ലൂബ്രിക്കേഷൻ സിസ്റ്റമാണ്.
ഈ ഒരു ലൂബ്രിക്കേഷൻ സിസ്റ്റമാണ് 2 സ്ട്രോക്ക് എൻജിൻസിൽ നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ലൂബ്രിക്കേഷൻ ഉപയോഗിക്കുന്ന ഓയിലും എൻജിനിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഫ്യൂവലും തമ്മിൽ മിക്സ് ചെയ്ത് അത് എൻജിനുള്ളിലേക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ രീതിയിൽ ഫ്യൂവലും ഓയിലും എൻജിനുള്ളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ മിസ്റ്റ് ലൂബ്രിക്കേഷൻ എന്ന് പറയാം. ഓയിൽ ഈസ് മിക്സ്ഡ് വിത്ത് ഫ്യൂവൽ ആൻഡ് ഈസ് സപ്ലൈഡ് ഇൻ ടു ദി എൻജിൻ ഇൻ ദി ഫോം ഓഫ് എ മിസ്റ്റ് ഫോർ ലൂബ്രിക്കേഷൻ. സോ ഫ്യൂവലും അതേപോലെ ഓയിലും മിസ്റ്റ് രൂപത്തിലാക്കി എൻജിനുള്ളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു സിസ്റ്റത്തിനെ മിസ്റ്റ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഫ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റമാണ്. ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക. ഇതൊരു IC എഞ്ചിൻ്റെ ഫിഗറാണ്. ഈ കാണുന്നതാണ് പിസ്റ്റൺ, അതേപോലെ കണക്റ്റിംഗ് റോഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതേപോലെ ക്രാങ്കും ക്രാങ്ക് ഷാഫ്റ്റും കാണാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു ക്രാങ്കിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്കൊരു സ്കൂപ്പ് കാണാനായിട്ട് സാധിക്കും. ഇനി ഈ കാണുന്നതാണ് ക്രാങ്ക് കേസ്. ക്രാങ്ക് കേസിനുള്ളിൽ ലൂബ്രിക്കേഷൻ ആവശ്യമായിട്ടുള്ള ഓയിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. ഇനി എങ്ങനെയാണ് സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് എന്നുള്ളത് മനസ്സിലാക്കാം. അതായത് എൻജിൻ വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുകയും അതിൻ്റെ കൂടെ ഈ സ്കൂപ്പും റൊട്ടേറ്റ് ചെയ്യും. സോ ഈ ഒരു സ്കൂപ്പ് ഓയിലായിട്ട് കോണ്ടാക്റ്റ് വരികയും അതുവഴി ഇവിടെയുള്ള ഓയിൽ ഈ ഒരു ഭാഗത്തേക്ക് സ്പ്ലാഷ് ചെയ്യുക അല്ലെങ്കിൽ തട്ടിത്തെറിപ്പിക്കുകയും ചെയ്യുന്നു. സോ ഈ രീതിയിൽ എൻജിൻ്റെ ഡിഫറെൻറ്റ് പാർട്സുകളിലേക്ക് സ്കൂപ്പ് ഉപയോഗിച്ച് സ്പ്ലാഷ് ചെയ്ത് ഓയിൽ എത്തിക്കുന്നതിനെയാണ് നമ്മൾ സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. വർക്കിംഗ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഡ്യൂറിംഗ് വർക്കിംഗ് ഓഫ് ദി എൻജിൻ, ദി സ്കൂപ്പ് അറ്റാച്ച്ഡ് ടു ദി കണക്റ്റിംഗ് റോഡ് dips into the lubricating oil in the crankcase and throws the oil to the piston cylinder and other parts. So ഈ രീതിയിൽ ഓയിൽ സ്പ്ലാഷ് ചെയ്ത് ലൂബ്രിക്കേഷൻ സാധ്യമാക്കുന്നത് കൊണ്ടാണ് ഇതിനെ സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. താങ്ക് യു.